വിമാനത്താവളങ്ങളിലും വിമാനങ്ങളിലെയും ബോംബ് ഭീഷണിയിൽ നടപടിയുമായി വ്യോമയാന മന്ത്രാലയം. വ്യാജ ഭീഷണി സന്ദേശം അയച്ച് പിടിക്കപ്പെടുന്നവരെ 5 വർഷത്തേക്ക് ബാൻ ചെയ്യും. ഇതുവരെ 6 പേരാണ് പിടിയിലായത്. കഴിഞ്ഞ ദിവസം 5ലധികം വിമാനത്താവളങ്ങളിലും വിമാനങ്ങളിലും വ്യാജ ബോംബ് ഭീഷണി സന്ദേശം എത്തിയിരുന്നു. അർജുൻ പീതാംബരൻ ചേരുന്നുണ്ട്. അർജുൻ, വിവരങ്ങൾ. രതീഷ്, നേരത്തെ സമാന കുറ്റകൃത്യങ്ങളിൽ 6 മാസം വരെയുള്ളൊരു നിരോധനം അല്ലെങ്കിൽ ബാൻ എന്നുള്ള ഒരു നടപടിയായിരുന്നു ഉണ്ടായിരുന്നത്. അതാണ് ഇപ്പോൾ ക്രമാതീതമായി 5 വർഷത്തേക്ക് വരെ നീട്ടിയിരിക്കുന്നത്. ഇന്നലെ തന്നെ മുംബൈ, വാരണാസി, ചെന്നൈ, പാറ്റ്ന, നാഗ്പൂർ അടക്കം ഏകദേശം 30 വിമാനത്താവളങ്ങളിൽ ബോംബ് ഭീഷണി വന്നിരുന്നു. ഒപ്പം തന്നെ ചെന്നൈയിൽ നിന്നും ദുബായിലേക്ക് പോകേണ്ടിരുന്ന ഒരു എമിറേറ്റ്സ് ഫ്ലൈറ്റ് ഈ ബോംബ് ഭീഷണിയെ തുടർന്ന് ഏകദേശം 4-5 മണിക്കൂറുകളാണ് വെയിറ്റ് ചെയ്തത് അല്ലെങ്കിൽ ഡിലേ ആയത്. ഈ ഒരു പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു കർശന നടപടിയുമായി വ്യോമയാന മന്ത്രാലയം എത്തുന്നത്. വ്യോമയാന മന്ത്രാലയത്തിന്റെ സെക്യൂരിറ്റി ബ്യൂറോ ആണ് ഈ ഒരു നടപടി നിലവിൽ നിർദ്ദേശിക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ കുറ്റകൃത്യങ്ങൾ ഇത്തരത്തിൽ വ്യാജ ബോംബ് ഭീഷണി നൽകുകയും അതുപോലെ തന്നെ പിടിയിലാകുന്നവർക്കുമെതിരെ 5 വർഷത്തേക്ക് ഒരു ബാൻ, ഒരു നിരോധനം ചുമത്തുമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നത്. നിലവിൽ ഇത്തരത്തിൽ 6 പേര് പിടിയിലായിട്ടുണ്ട്. ഈ വ്യാജ ബോംബ് ഭീഷണി എല്ലാം തന്നെ ഇമെയിൽ വഴിയായിരുന്നു കഴിഞ്ഞ ദിവസം എത്തിയിരുന്നത്. വിമാനത്താവളങ്ങൾ മാത്രമല്ല, കഴിഞ്ഞ കുറച്ച് നാളുകളായി രാജ്യത്തെ വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ വലിയ തോതിൽ വ്യാജ ബോംബ് ഭീഷണി വരുന്നുണ്ട്. അതിന്റെ ആളുകളെ കണ്ടെത്താൻ, അതിന്റെ എവിടുന്നാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളടക്കം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള അന്വേഷണം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അർജുൻ പീതാംബരനാണ് വിവരങ്ങൾ ഡൽഹിയിൽ നിന്ന് നൽകിയത്.